ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ചുങ്കവും പിഴയും എല്ലാം നമുക്കറിയാവുന്നതാണ്. അതേ കണക്ക് തന്നെ ചൈനയുടെ മേലും അമേരിക്ക ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് അത് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. 145% തീരുവയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഇത് 90 ദിവസത്തേക്ക് കൂടിയിട്ട് ഈ മരവിപ്പിക്കൽ നീട്ടിയിട്ടുണ്ട്. ചൈന പ്രത്യേകിച്ചും ചൈനയോട് ഇങ്ങനെ US-നൊരു അനുനയ സമീപനം, ട്രംപിന് മുമ്പ് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ചൈന എന്നായിരുന്നു ട്രംപ് ഒരിക്കൽ വിശേഷിപ്പിച്ചിരുന്നത്. ആ ട്രംപ് ഒരു അനുനയ സമീപനത്തിലേക്ക് ചൈനയോട് നീങ്ങുവാണോ? ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. അംസിക്ക, US പ്രസിഡൻറ്റിൻ്റെ സമീപകാലത്തെ പ്രസ്താവനകൾ നമുക്കറിയാം. ചൈനീസ് പ്രസിഡൻറ്റിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചതെന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഈ 90 ദിവസത്തേക്ക് കൂടിയിട്ട് ഇവരെ ചുങ്കം അല്ലെങ്കിൽ ഈ വർദ്ധിപ്പിച്ച ചുങ്കം മരവിപ്പിച്ച് തന്നെ നിർത്തുന്നത്, അതിനെങ്ങനെയാണ് കാണുന്നത്? ആദ്യം എന്തിനാണ് ഈ താരിഫ് വാർ, ഈ താരിഫ് യുദ്ധം ട്രംപ് തുടങ്ങി വെച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ട്രംപ് അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉയർത്തിവിട്ട ചില വിഷയങ്ങളുണ്ട്. അമേരിക്ക ഒരു സ്വതന്ത്ര വ്യാപാര എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായതോടുകൂടി അമേരിക്കൻ താല്പര്യങ്ങൾ ബലികഴിക്കപ്പെടുന്നു. പല രാജ്യങ്ങളുമായും അമേരിക്കയ്ക്ക് വൻകിട ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര കമ്മിയാണുള്ളത്. ഉദാഹരണത്തിന് ചൈന, ഇന്ത്യ എന്നൊക്കെ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഇതൊരിക്കലും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഗുണകരമല്ല എന്നതായിരുന്നു ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ട്രംപിൻ്റെ സപ്പോർട്ട് ബേസിനെ സംബന്ധിച്ച് എന്ത് വേണം? ഈ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ നിന്ന് പിന്മാറണം, ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് എക്കണോമിക് ലൈൻ പിടിക്കണം, ഈ രാജ്യങ്ങൾക്കൊക്കെ താരിഫ് ഏർപ്പെടുത്തണം. ഇതാണ് ട്രംപ് ചെയ്യാൻ ട്രംപിൻ്റെ ക്യാമ്പ് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്കറിയാം, ട്രംപിൻ്റെ ആദ്യ ടേമിൽ ചൈനയുമായി ഒരു താരിഫ് യുദ്ധം ഉണ്ടായിരുന്നു. ആ താരിഫ് യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ആ യുദ്ധം ചൈനയ്ക്ക് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായില്ല. പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നല്ല, പല അമേരിക്കൻ നിക്ഷേപങ്ങളും വിയറ്റ്നാമിലേക്കും ബംഗ്ലാദേശിലേക്കും മാറി എന്നുള്ളത് ശരിയാണ്, ഇന്ത്യക്ക് ഉൾപ്പെടെ മാറി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അമേരിക്കയെ തുടർന്നു പോകാൻ കഴിഞ്ഞില്ല. ട്രംപ് രണ്ടാം വരവിലും ഈ താരിഫ് യുദ്ധം തുടങ്ങുന്നതിൻ്റെ കാരണം അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയമാണ്. ട്രംപിൻ്റെ സപ്പോർട്ട് ബേസിൽ ചില ഇളക്കങ്ങളുണ്ടായത് നമ്മൾ മുമ്പ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ജെഫ്രി എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് ട്രംപുമായി കണക്ട് ചെയ്തിട്ടുണ്ടായ ആരോപണങ്ങൾ, ട്രംപിൻ്റെ പല സമീപനങ്ങളോടും, ഉദാഹരണത്തിന് ഈ ബോർഡർ സെക്യൂരിറ്റി, ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ട്രംപ് ക്യാമ്പിനകത്ത് തന്നെ ഉണ്ടായ എതിർവാദങ്ങൾ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേലിന് കൊടുക്കുന്ന നിരുപാധിക പിന്തുണ. ഈ മൂന്നോ നാലോ കാര്യങ്ങളിൽ ട്രംപ് ബേസിൽ തന്നെ വലിയ തോതിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. അപ്പോൾ ഈ അഭിപ്രായ ഭിന്നതകൾ മറന്ന് ട്രംപ് ക്യാമ്പിനെ ഒരുമിപ്പിക്കാൻ ട്രംപിന് മുമ്പുള്ള ഒരേ ഒരു വഴി താരിഫ് യുദ്ധമാണ്. അപ്പോൾ രണ്ടാമത് അതൊന്ന് എടുത്തുപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ചൈനയുടെ മേലാണ്, ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ താരിഫ് ഉയർത്തിക്കൊണ്ട് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ട്രംപ് അത് പറയുന്നതിന് പ്രധാന കാരണമുണ്ട്. ചൈന അമേരിക്കയുടെ എതിരാളിയാണ്. അതിൽ ഇന്ത്യക്ക് മേലും സമ്മർദ്ദം ചെലുത്തുന്നു. ഇപ്പോൾ ഇന്ത്യയുമായി ട്രേഡ് ഡെഫിസിറ്റ് വലിയ മാർജിനിൽ വലിയ വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചൈനയിൽ നിന്ന് ഏതാണ്ട് $400 ബില്യൺ ഇറക്കുമതി അമേരിക്കയ്ക്കുണ്ട്. ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ 10% ഉള്ളൂ, $40 ബില്യൺ മറ്റോ ഉള്ളൂ. പക്ഷേ ഈ ഡെഫിസിറ്റ് റിയലാണ്. അങ്ങനെ ഇരിക്കെ ഈ $400 ബില്യൺ ഇറക്കുമതിയുള്ള ചൈനയ്ക്ക് തീരുവ ഏർപ്പെടുന്നതും $40 ബില്യൺ ട്രേഡുള്ള അമേരിക്കയ്ക്ക് ഇന്ത്യക്ക് താരിഫ് ഏർപ്പെടുന്ന അമേരിക്കയെ സംബന്ധിച്ച് ഒരുപോലെയല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ അമേരിക്കയിൽ നിലനിൽക്കുന്ന ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിക്ക് ചൈനയിൽ നിന്നുള്ള സപ്ലൈ ചെയിൻ വളരെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ് ആവട്ടെ, അല്ലെങ്കിൽ ഈ ധാതുക്കളാകട്ടെ, ഇപ്പോൾ ഇരുമ്പ്, അലൂമിനിയം, അങ്ങനെ തുടങ്ങിയുള്ള പലതരത്തിലുള്ള ധാതുക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമേരിക്കയിലെ ഇൻഡസ്ട്രി വളരെ പ്രധാനമാണ്. ഇതെല്ലാം വരുന്നത് അമേരിക്കയിൽ നിന്നാണ്, ചൈനയിൽ നിന്നാണ്. അപ്പോൾ ചൈനയിൽ നിന്ന് ഈ സപ്ലൈ ചെയിൻ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു താരിഫ് യുദ്ധം തുടങ്ങിക്കളയാമെന്ന് അമേരിക്ക ഒരിക്കലും ചിന്തിക്കില്ല. അതിനെ എന്ത് ചെയ്യുന്നു? അതിനൊരു ബാലൻസിൽ നിർത്തുക, ഒരു താരിഫ് ഉയർത്തുക, കൂടുതൽ താരിഫ് അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് ധാരാളം മൊബൈൽ ഫോണുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയിലേക്ക്. ആപ്പിള് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. എങ്കിൽ പോലും അമേരിക്കയെ സംബന്ധിച്ച് അത് ബൈപ്പാസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വിയറ്റ്നാം ആവട്ടെ, ബംഗ്ലാദേശ് ആവട്ടെ, ചൈന തന്നെയും ആവട്ടെ, ഇതിനെ ആശ്രയിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിനെ അവർക്ക് ബൈപ്പാസ് ചെയ്യാം, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് നാളെ അങ്ങ് നിലച്ചു പോയാൽ അമേരിക്കയെ സംബന്ധിച്ച് അത്ര ബാധിക്കില്ല. ചൈന അങ്ങനെയല്ല. അതുകൊണ്ടാണ് ചൈനയോടൊരു സമീപനവും ഇന്ത്യയോട് മറ്റൊരു സമീപനവും ഉള്ളത്. ഇത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ട്രംപിനെ അസസ് ചെയ്യുന്നതിൽ നമ്മുടെ രാജ്യം, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം എത്രമാത്രം വിജയിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ചെല്ലുമ്പോൾ വളരെ ഊഷ്മളമായ സ്വീകരണം, ഹൗഡി മോഡി പരിപാടി, നമസ്തേ ട്രംപ് അഹമ്മദാബാദിൽ. അപ്പോൾ ഇതാണോ യഥാർത്ഥത്തിലുള്ള ഡിപ്ലോമസി എന്നൊരു ചോദ്യമാണ്. ഈ ഡിപ്ലോമസി ആക്ച്വലി അത് നരേന്ദ്രമോദിയുടെയും ഡൊണാൾഡ് ട്രംപിൻ്റെയും മാത്രം ഡിപ്ലോമസിയാണ്, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പെരുമാറ്റ രീതികളാണത്. അപ്പോൾ ഹൗഡി മോഡി നടത്തുന്നതാവട്ടെ, നമസ്തേ ട്രംപ് നടത്തുന്നതാവട്ടെ. പക്ഷേ രാജ്യം എന്ന നിലയിൽ നമ്മളൊരു സർക്കാരിനെ പറ്റി പറയുന്നു. ഇന്ത്യയുടെ പരമ്പരാഗത വിദേശ നയത്തിൽ ഊന്നിയുള്ള ഒരു ഡിപ്ലോമസി എന്ന നിലയിൽ
ട്രംപ് ഭരണകൂടത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അമേരിക്കയെ വിലയിരുത്തുന്നതിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നയതന്ത്രപരമായ പാളിച്ചയാണ്. കാരണം ഈ പറയുന്ന താരിഫ് തന്നെ ഒഴിവാക്കാമായിരുന്നു. ആ അർത്ഥത്തിലുള്ളൊരു ടോക്ക് നടന്നോ? ഡിപ്ലോമാറ്റിക്കലി ട്രംപിനെ മെരുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞോ എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ അമേരിക്കയുടെ തന്നെ തന്ത്രപ്രധാനമായ ഒരു കൂട്ടായ്മയിൽ അംഗമാണ്, ക്വാഡ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ. അപ്പോൾ ബ്രിക്സുമായി ഇന്ത്യയുടെ അലയൻസിനെ ചെറുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ റഷ്യൻ ഓയിൽ വാങ്ങുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ മേലിൽ താരിഫ് ഭീഷണി മുഴക്കുന്നതെങ്കിൽ നമ്മൾ ക്വാഡിൽ അംഗമായിരിക്കെ അത് വച്ചിട്ട് ഒരു വിലപേശൽ ഇന്ത്യക്ക് സാധിക്കുമായിരുന്നില്ലേ? കാരണം അമേരിക്കയുടെ ഏഷ്യ പസഫിക്കിലെ താല്പര്യങ്ങളിൽ ഇന്ത്യ നിർണായക ഘടകം തന്നെയാണ്, പ്രത്യേകിച്ചും ചൈനയ്ക്കെതിരെ. എന്നിരിക്കെ ഒരു വശത്ത് നമ്മളുമായി കൂട്ടുകൂടുന്നു, മറുവശത്ത് നമ്മുടെ മേലത്തെ തീരുവ ചുമത്തുന്നു വരുമ്പോൾ അതൊരു ഡിപ്ലോമാറ്റിക് ഫെയിലറാന്ന് പറയാം. പക്ഷേ എന്ന് കരുതി എല്ലാ കാലത്തും അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇന്ത്യ അങ്ങനെ ഒഴിവാക്കി കളയാൻ കഴിയില്ല. ട്രംപ് ഇന്ന് ഒരു നാളെ പോകും, അത് വേറൊരു കാര്യം. ട്രംപിന് തന്നെ എത്രമാത്രം ഇന്ത്യക്ക് നേരെയുള്ള ഒരു ഭീഷണി മുഴങ്ങിക്കൊണ്ടുള്ള ഒരു സമീപനം എത്ര നാൾ തുടരാൻ കഴിയും എന്നുള്ളതും സംശയകരമാണ്. അത് അമേരിക്കയിൽ ഇനി വരുന്ന മിഡ് ടൈം ഇലക്ഷൻ വരാൻ കിടക്കുന്നു. അതുപോലെ ട്രംപിൻ്റെ ക്യാമ്പിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രംപ് നിലപാട് മാറ്റിയേക്കാം. പക്ഷേ എങ്കിൽ പോലും ഒരു റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ സാധനമുള്ളൂ. രാജ്യത്തിന് ഒരു ഗ്ലോബൽ വേദിയിൽ, ഒരു ആഗോള വേദിയിൽ ഉണ്ടാകുന്ന ഒരു റെപ്യൂട്ടേഷൻ. അതായത് താരിഫ് ചുമത്തുമ്പോൾ മാത്രമല്ല ചെയ്തത്, പാകിസ്ഥാനിലെ സൈനിക മേധാവി വിളിച്ച് അത്താഴവിരുന്ന് കൊടുക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്ക് നാളെ എണ്ണ ഇറക്കുമതി ചെയ്യേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരം ബെലിറ്റിലിംഗ് ആണ്. അതിനൊക്കെ നിന്നു കൊടുക്കാൻ മാത്രം ചെറുതാണോ നമ്മുടെ രാജ്യം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ആഗോള വേദിയിൽ അല്ലെങ്കിൽ മറ്റൊരു വിദേശ രാജ്യത്തിന് അവഹേളിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇന്ത്യയെ മാറ്റി തീർത്താരാണെന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. നിഷാദ്, ഈ മോദി വീണ്ടും ചൈനയിലേക്ക് പോവുകയാണ്. ഏകദേശം 7 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു. ഈ അമേരിക്ക ചൈനയോട് കാണിക്കുന്ന ഒരു സൗഹൃദമാണോ തിരിച്ച് ചൈനയ്ക്കുള്ളത്? കാരണം ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഇപ്പോൾ ഈ ഉയർന്ന തീരുവ ചുമത്തിയതിൽ ചൈന അമേരിക്കയുടെ നടപടിയിൽ പ്രതിഷേധം കൂടിയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ചൈനയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ അവർ ഒരു രാജ്യം എന്ന നിലയ്ക്ക് വലിയ ഭീഷണിയുടെ നടുവിലാണെന്നും വിചാരിക്കാൻ നിവൃത്തിയില്ല. അവർക്ക് വലിയ തോതിലുള്ള താരിഫ് ഉയർത്തുന്ന നടപടി ഇപ്പോൾ വീണ്ടും ഫ്രീസ് കാലാവധി നീട്ടുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തിട്ടുള്ളത്. കാരണം അവർക്കറിയാം അവരുടെ പവർ എന്താണെന്ന്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പരിഗണിക്കണം. ചൈനയ്ക്ക് മേലാണ് ഏറ്റവും ആദ്യം ഭയങ്കരമായി 145 വരെ പോയി. നികുതി കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടിയായല്ലോ. അവസാനം എന്ത് ചെയ്തു? നേരെ കുറച്ച് 30 കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ചൈന അതിന് മറുപടി കൊടുക്കുന്നു, അവർ വീണ്ടും മറുപടി പറയുന്നു, വീണ്ടും മറുപടി കൊടുക്കുന്നു. ഫൈനലി എവിടെ എത്തേണ്ടി വന്നു? അവർ തമ്മിലൊരു ഡിസ്കഷൻ ടേബിളിലേക്ക് കാര്യങ്ങളെത്തി. 1 മണിക്കൂറിലധികം സമയം ഷീ ജിൻപിങ്ങും ട്രംപും തമ്മിൽ സംസാരിക്കുന്ന നിലയുണ്ടായി. ഫൈനലി അവരുടെ താരിഫ് താഴെ കൊണ്ടിരുന്നു. ചൈന 10%, ഇവർ 30% എന്നതിനാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കെന്തുകൊണ്ടത് പറ്റുന്നില്ല? അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചൈനീസ് എക്കണോമിയെ പോലും നമ്മൾ മറികടക്കുന്ന വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് BJPയുടെ ഹാൻഡിലുകൾ അവകാശപ്പെടുന്നത്. പ്രധാനമന്ത്രി വർഷാവർഷം പ്രസംഗിക്കുകയും നമ്മൾ കാണുന്നത്. നമുക്ക് 50% തീരുവ ഏർപ്പെടുത്തിയിട്ട് അമേരിക്കയെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല നമ്മൾ പറയുന്നു. നിങ്ങൾ 50% തീരുവ ഏർപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മളോട് നിൽക്കുകയാണ്. ആ തീരുവയിൽ നിന്ന് അവരെ പിന്നോട്ട് കൊണ്ടുവരാൻ ചൈനയ്ക്ക് അത് കഴിഞ്ഞല്ലോ. 145% എത്തിച്ച തീരുവയിൽ നിന്ന് 30% കൊണ്ടുവരികയും ഇപ്പോഴും അവർക്കെതിരായിട്ടുള്ള നടപടികൾ ഹോൾഡ് ചെയ്യിപ്പിക്കാനും ചൈനയ്ക്ക് കഴിയുന്നു. നമുക്കിന്നുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യമുണ്ട്. അതിന് 2 തരത്തിലുള്ള ഉത്തരവുണ്ട്. ഒന്ന്, ചൈനയുടെ ലോകശാക്തിക ചുവരിയിൽ ചൈന ഉണ്ടാക്കിയിട്ടുള്ളൊരു മുന്നേറ്റം, ലോക വിപണിയിൽ ചൈന ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം, അത് ചൈനയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകമായ പവർ. രണ്ടാമത്തേത്, അമേരിക്കയ്ക്ക് ചൈനയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന സംഗതിയും കാണേണ്ടതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ അജിംസ് ചൂണ്ടിക്കാണിച്ചതുപോലെ അമേരിക്ക ഇന്ത്യയെ കൈകാര്യം ചെയ്യുന്നതും ചൈനയെ കൈകാര്യം ചെയ്യുന്നതും 2 തരത്തിലാണ്. കച്ചവടത്തിൻ്റെ കാര്യം എടുത്താൽ ചൈനയാണ് അവർക്ക് പ്രധാനപ്പെട്ട കാര്യം. ഈ മിനറൽസിൻ്റെ കാര്യം എടുത്താൽ ഈ പറഞ്ഞ റെയർ എർത്ത് മിനറൽസ്, അത് ഏതാണ്ട് ഒരു 80 to 90% കൈകാര്യം ചെയ്യുന്നതും അതിൻ്റെ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ കയ്യിലാണ്. അവിടെയാണ് ചൈന പൂട്ടുക. ഇത് ഞങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ആയുധ വ്യാപാര മേഖലയും തുടങ്ങിയിട്ടുള്ള ഈ പറഞ്ഞ ഇലക്ട്രോണിക് സകല മേഖലയും ബാധിക്കുന്ന ഒന്നാണ്. ആ വ്യാപാരത്തിലൂടെ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. അത് ഉണ്ടാക്കേണ്ട ഐറ്റംസ് മുഴുവൻ തരേണ്ടത് ഈ പറഞ്ഞ ചൈനയാണ്. ചൈന അതിനകത്തൊരു പിടുത്തം പിടിക്കുകയും നിയന്ത്രണം വരുത്തുകയും ചെയ്താൽ അമേരിക്കയെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസവും. ആ യാഥാർത്ഥ്യത്തിലാണ് സത്യത്തിൽ ഇത് ലോക്കായി കിടക്കുന്നത്. കാരണം അപ്പോൾ ചൈനയുടെ കയ്യിൽ എന്തുണ്ട്? അമേരിക്കയെ വിരട്ടാനും അമേരിക്കയെ നിയന്ത്രിക്കാൻ കഴിയുന്ന സംഗതികളുണ്ട്. നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന് എന്തുണ്ട്? നമ്മുടെ കയ്യിലുള്ള ശരിയാണ്. അപ്പോൾ അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്, ലോകത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പവറാണ്, ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ്. ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അങ്ങ് നോക്കുമ്പോൾ അവർക്ക് ചൈനയും ഇന്ത്യയും കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുമായിട്ട് അങ്ങനെ വേണമെങ്കിൽ അവർക്ക് മസിൽ പിടിക്കാം. നമ്മുടെ കയ്യിലുണ്ടാവേണ്ട പവർ നമ്മുടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ നയതന്ത്ര ശക്തിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷൻ, ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. അതിൻ്റെ നയതന്ത്ര ശക്തിയെ ഉപയോഗപ്പെടുത്താൻ
ഇപ്പോൾ അമേരിക്ക നമുക്കെതിരെ ഒരു മൂവുമായിട്ട് വരുമ്പോൾ ലോകത്ത് മറ്റ് രാജ്യങ്ങളെ അതിനെതിരായിട്ട് പൂർണ്ണമായും സംഘടിപ്പിക്കുന്നതിലുള്ള നമ്മുടെ ഈ ലൈസണിങ് എന്തുമാത്രം നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ആ ക്വസ്റ്റിന് മുമ്പിലാണ് നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുന്നത്. ചൈനയെ തോൽപ്പിക്കാൻ ഈ യുദ്ധത്തിൽ എന്തായാലും അമേരിക്ക പറ്റില്ല. അതിനിടയിൽ വേറെ ഒരുപാട് സംഗതികളുണ്ട്. അത് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പവറും ഉണ്ട്, വ്യാപാര ശക്തി നിലയ്ക്കുള്ള അവരുടെ പവറുണ്ട്. അതിനെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം അവർ കൂടി സഹകരിച്ചാൽ മാത്രമേ ആർക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ, അമേരിക്ക അതിജീവിക്കാൻ കഴിയുള്ളൂ. അത് മാത്രമല്ല, ചൈനയുടെ വ്യാപാരം ലോകം മുഴുവൻ പടർന്നു കിടക്കുകയും അവർക്ക് വളരെ പെട്ടെന്ന് കൗണ്ടർ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ കഴിയും. അത്രയും വിപുലമാണ് അവരുടെ നെറ്റ്വർക്ക്. ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അപ്പോൾ ഇന്ത്യ വ്യാപാര മേഖലയിലും സൈനിക മേഖലയിലുമെല്ലാം നയതന്ത്ര മേഖലയിലുമെല്ലാം എന്തുകൊണ്ട് അമേരിക്കയോട് കീഴ്പ്പെടുകയും അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിധേയപ്പെട്ട് നിൽക്കുകയും ചെയ്യേണ്ടി വരുന്നൊരു ഉത്തരം പറയേണ്ടത് ഇന്ത്യയിലെ ഭരണകൂടമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഭരണകൂടം ഇതുവരെ നമ്മോട് പറഞ്ഞു വിടുന്ന വാക്കുകളെല്ലാം പൊയ്വാചകമാണ്, നമ്മളെ സംശയിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ സന്ദർഭം. അതുകൊണ്ട് അതിന് മോദി ഇന്നത്തെ 1 മണിക്കൂറിലധികം നീണ്ട ചരിത്രപരമായ പ്രസംഗം അദ്ദേഹം നടത്തി. നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് അതിന് വല്ലതും പറയാനുണ്ടോ? നമ്മുടെ രാജ്യം ലോകത്ത് നേടിയിട്ടുള്ള വിജയമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേടുന്ന ഈ പറയുന്ന തിരിച്ചടികളെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ലതും ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു അറിയില്ല. അദ്ദേഹം RSS വലിയ സംഘടനയാണെന്നും NGO ആണെന്നും അതിൽ ഞാൻ പ്രചോദനം ഉൾക്കൊള്ളുന്ന ആളാണെന്നൊക്കെ പറയുന്നു. അമേരിക്കയ്ക്ക് മുമ്പിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ പരാജയപ്പെട്ട് നിൽക്കുന്നത്? അമേരിക്ക നമ്മളെ തീരെ വില വയ്ക്കുന്നില്ല. അവിടെ നമ്മുടെ ആൾക്കാരെ വിലങ്ങ് വെച്ച് ഇവിടെ കൊണ്ടുവരുന്നു. നമുക്ക് 50% നികുതി ഏർപ്പെടുത്തിയ കാരണം നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രീസ് എല്ലാം പൂട്ടിപ്പോകുന്നു. ഇവിടെ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു. അതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിനൊന്നും പറയാനില്ല എന്ന് കാണണം. അതേസമയം കൂടുതൽ ഡയലോഗൊന്നും അടിക്കുന്നില്ല. ഷീ ജിൻപിങ്ങിൻ്റെ വലുത് 1.5 മണിക്കൂർ നീണ്ട പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ഒരു ഡയലോഗും ചൈന അടിക്കുന്നില്ല. പക്ഷേ ചൈനയുടെ കാര്യത്തിൽ ഇപ്പോഴും ട്രംപ് വിധേയത്വ സ്വഭാവത്തിൽ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയും ചൈനയെ ഞങ്ങൾ പൂട്ടും, ചൈനയ്ക്ക് ഞങ്ങൾ നികുതി ഏർപ്പെടുത്തും, ചൈനയെ ഞങ്ങൾ തുലയ്ക്കാൻ പോകുന്നൊക്കെ പറയും. പക്ഷേ ഒന്നും കാണുന്നില്ല. ഇതിന് മുമ്പ് ചൈനയ്ക്കെതിരെ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നു, 10 ദിവസം കഴിഞ്ഞ് വേറൊന്നും പ്രഖ്യാപിക്കും. കാരണം ചൈനയുടെ പവർ എന്ന് പറഞ്ഞത് അവർ പണിയെടുത്തുണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. അത് നിങ്ങൾക്ക് ഈ പൊളിറ്റിക്സിലും നിങ്ങളുടെ കച്ചവടത്തിലും അത് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഇതിനെ മറികടക്കാൻ കഴിയൂ. അത് വാചകവടിയല്ല അത്. അതെ, എന്തായാലും ഈ ട്രംപിൻ്റെ താരിഫ് വാറും ഇന്ത്യയോടും ചൈനയോടുമുള്ള ഈ സമീപനവും എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.